വർക്കല പാപനാശം തീരത്തെത്തുന്ന സഞ്ചാരികൾക്ക് തിരമാലകൾക്ക് മുകളിൽ പുത്തൻ അനുഭവം നൽകുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തയ്യാറായി. വർക്കലയ്ക്ക് പുതുവത്സര സമ്മാനമായി വിനോദസഞ്ചാര വകുപ്പാണ് പുതുസംരംഭം ഒരുക്കുന്നത്. ജില്ലയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് പാപനാശം പ്രധാന തീരത്ത് തയ്യാറായത്. കടലിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന പാലത്തിലൂടെ തിരമാലകളുടെ ചലനത്തിനൊപ്പം 100 മീറ്റർ സഞ്ചരിക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സപ്പോർട്ട് തരുന്നത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ്. പിന്നെ ഇവിടുത്തെ ഓരോ റെസ്റ്റോറൻറ്റും ഹോട്ടൽക്കാർക്കും എല്ലാവരും ഇത് ഭയങ്കര സപ്പോർട്ടിങ് ആണ്. പിന്നെ ഇവിടെ ആദ്യം ഇത് ഞങ്ങൾ വരുന്ന മുമ്പ് ഇവിടെ ആരും ഇല്ലായിരുന്നു ഈ ബീച്ചിൽ. ഇപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഓരോ ന്യൂസുകൾ ഇപ്പോൾ യൂട്യൂബിലും ഏഷ്യാനെറ്റിലൊക്കെ ഒരുപാട് പുറത്ത് വന്നപ്പോൾ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇതിലിവിടെ കയറാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇനാഗ്രേഷൻ ഇതുവരെ കഴിഞ്ഞിട്ട് ദിവസമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10 മണിക്കാണ്. നമ്മുടെ ടൂറിസ്റ്റ് മന്ത്രിയാണ് വരുന്നത്, മുഹമ്മദ് റിയാസ്. ഫുൾ സെക്യൂരിറ്റിയാണ്. നമ്മളെ ഒരു ആൾക്കാർ അവിടെ നിന്ന് കയറ്റി ഈ എൻഡ് വന്നിട്ട് തിരിച്ച് അതുവരെ പോകുന്നവരെ എപ്പോഴും നമ്മൾ കൂടെ സെക്യൂരിറ്റി എപ്പോഴും കൂടെ കാണും. ഫുൾ സേഫാണ്, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ലൈഫ് ജാക്കറ്റാണ്. ഏത് വലിയ VIP വന്നാലും നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് തന്നെ. പിന്നെ തീരെ കൊച്ചു പിള്ളേർ നമ്മൾ അലോഡല്ല ഇതിൽ കയറ്റാൻ. ഒരു 7 വയസ്സ് മുതലുള്ള എല്ലാവരും നമ്മൾ ഇതിൽ അലോഡ് ആക്കുന്നുണ്ട് കയറ്റാൻ. ഇല്ല, നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്, ജെറ്റ് അറ്റാക്ക് ഉണ്ട്, സ്പീഡ് ബോട്ട് ഉണ്ട്, ജെസ്കി ഉണ്ട്, ATV വരെ ഉണ്ട്. നമുക്ക് ഇത് ഇപ്പം കണ്ടു നോക്കിയാൽ ഞങ്ങളൊരു മത്സ്യത്തൊഴിലാളികളാണ്. പക്ഷേ ബീച്ച് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് 5 വർഷത്തേക്ക് വേണമെങ്കിൽ 5 വർഷത്തേക്ക് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. തിരമാലകളുടെ ഓരോ പ്രശ്നങ്ങളും ഇല്ല. പിന്നെ ഇവിടെ 3 മാസം സീസൺ ടൈമിൽ നമ്മളിത് ഊരി മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മൾ ഇവിടെ ഈ നമ്മൾ മണ്ണിലോടുന്ന ബൈക്ക് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഓട്ടിക്കുന്നുണ്ട്. Actually, we have safety requirements. We following the guidelines, and it's a high standard quality of patented imported bridge in India. Yeah. So we can trust people. Safety is 100%. Stability is there, so people can wear the jacket and ride it. Just walk on a sea and enjoy the feeling. And low cost for low. Adult more than 14 years they are telling. We are thinking about it. More than 14 years, 120 for everyone. 124 per person. Yeah, and we also have this thing, ATV vehicle. Yeah, ATV vehicle. People are you just go and cover it up, enjoying. This is the quality of Polaris company. One of the imported ATV vehicle, more than 350 cc. Stability is there. For kids also they are dragging. So right now, after you find out the floating bridge and ATV vehicles, now you can come over and see the speedboat for a family purpose. Our driver will, with the certificate under the guidelines of NIWS, and they got the LST training. So driver will guide you. You can travel around inside the ocean. It's quite new to the city and new to the area. And thanks a lot for the support given by Tourism Minister Muhammad Riaz sir, and to the Tourism Department and local MLAs. And thanks to everyone. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഓപ്പൺ ആവുന്ന രീതി നമ്മൾ ഇന്ന് വന്നതാണ്. ഇന്നലെ വരെ ആയിരുന്നാണ് 23-ാം തീയതി ഓപ്പൺ ആവുന്ന രീതി ഇന്നലെ വരെ ആയിരുന്നാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് 25-ാം തീയതി ആണെന്ന്. അപ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻസ് നിൽക്കുകയാണ് എല്ലാവരും. ടിക്കറ്റ് എത്രയുടെ റേറ്റ് വിഷയമില്ല, പക്ഷെ നമുക്ക് കയറാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമാണ്. കാരണം നമ്മൾ തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് ഈ സംഗതി വരുന്നത്. ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ്. ഒരു മിനി ഗോവ പോലെ, ഒരു ഗോവ, പോണ്ടിച്ചേരി അതുപോലത്തെ ഉള്ള ഒരു ഫീലാണ്. നല്ല വൈബാണ്. നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞവരാണ് എല്ലാവരും. അപ്പം നമുക്ക് അവിടെ നിന്ന് വരാൻ കുറച്ച് ദൂരമാണ്. നമ്മൾ വന്നത് കാണാനുള്ള ഒരു ആകാംക്ഷയില്ല.